ഗുഡ് മോർണിംഗ്. നമ്മളൊരു ചെറിയൊരു ട്രാവൽ വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെയാണ്, പക്ഷെ ഇന്നലെ ഇൻട്രോ എടുക്കാനൊന്നും ടൈം കിട്ടിയില്ല. അപ്പം ഇന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. ഇന്നലെ നമ്മളെ വിചാരിച്ച പോലെ ഒന്നും നടന്നിട്ടില്ല. നമ്മുടെ വെള്ളച്ചാട്ടം കാണാനാ പോയത്, പക്ഷേ വെള്ളച്ചാട്ടം വെള്ളമില്ലാത്തതുകൊണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി, അപ്പം അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. വിചാരിക്കും പോലെ ഒന്നും നടക്കാത്തതുകൊണ്ട് ചെറിയൊരു വിഷമമുണ്ട്. എന്നാലും സാരമില്ല, എന്തൊക്കെയോ കണ്ടു, അതുകൊണ്ട് തന്നെ സമാധാനം. പക്ഷെ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നേരാവണ്ണം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പം ഉള്ളത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതുകൊണ്ട് തൃപ്തിപ്പെടുക. ഓക്കെ, കാണാം, വീഡിയോ കാണാം. ഓക്കെ. അപ്പം നമ്മൾ നേരെ പോയത് ശ്രീകണ്ഠപുരത്തേക്കാണ്. ശ്രീകണ്ഠപുരത്താണ് അമ്മായിൻ്റെ വീട്, എല്ലാം സൂചേട്ടൻ്റെ. അപ്പം അവിടെ എത്തിയപ്പോൾ പിള്ളേഴ്സുമായിട്ട് ആയുസ് കളി തുടങ്ങി. അപ്പം അവരെന്തൊക്കെയോ വീടൊക്കെ കെട്ടി കളിക്കുന്നത്. അപ്പം അവനെ കൂട്ടുന്നില്ല, അവൻ ആ സൈക്കിളെല്ലാം പോയി വലിക്കുമായിരുന്നു. അപ്പം നമ്മൾ അവന് വാക്കർ കൊടുത്ത്, അവിടെ വേറൊരു കുഞ്ഞുണ്ട്, അപ്പം ആ കുഞ്ഞിൻ്റെ വാക്കർ എടുത്ത് കൊടുത്ത് കുറച്ച് സമയം അതിൽ കളിക്കാൻ തുടങ്ങി. എവിടെയും നിൽക്കുന്നുണ്ടായിരുന്നില്ല, ഒരേ കളിയായിരുന്നു. പിന്നെ നമ്മൾ പോകാൻ റെഡിയായി, വെള്ളച്ചാട്ടത്തിൽ പോവാന്ന് വെച്ചിട്ടാണ് പോയത്. അപ്പം വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ നേരെ പോവാണ്. നമ്മൾ നേരത്തെ റെഡി ആയതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവരൊക്കെ റെഡി ആവാൻ നിന്നു. ഇത് നമ്മൾ നേരെ കാറിൽ പോവാണ്. കാറിൽ കയറിയപ്പാടേ പിള്ളേർസൊക്കെ ഉറങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ, സൂചേട്ടൻ, അമ്മായി, ചേച്ചി, എല്ലാവരും ഉണ്ടായിരുന്നു. കുറേ പിള്ളേഴ്സ്, 4 പിള്ളേഴ്സ് ഉണ്ടായിരുന്നു. 4 പിള്ളേഴ്സിനെയും കൊണ്ടാണ് നമ്മൾ ഈ കൊക്ക് കാണാൻ പോയത്. വെള്ളച്ചാട്ടത്തിൽ കാണാൻ പോയപ്പോൾ അവിടെ നേരെ ക്ലോസ്ഡാന്ന് പറഞ്ഞു. അപ്പം കുറച്ച് ടെൻഷൻ, പേടിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെയൊക്കെ പേടിയാണ്, ഇങ്ങനെ കുന്നുമലയൊക്കെ കയറാൻ. ഞാൻ പോകണ്ടെന്നൊക്കെ പറഞ്ഞതാണ്, പക്ഷേ അവിടെ എത്തിയപ്പം കുറേ ആളുകളൊക്കെ കണ്ടപ്പം പേടിയൊക്കെ പോയി. പിന്നെ നല്ല വൈബ് ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ നല്ല മഞ്ഞൊക്കെയുള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഒരു ഇതുണ്ടായിരുന്നു. നല്ല വെയിലായിരുന്നു നമ്മൾ പോയപ്പം. ശശിപ്പാറ വ്യൂ പോയിൻ്റ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പം എല്ലാവരും കാണാൻ പോവുക, അടിപൊളിയാണ് കാണാൻ സ്ഥലം. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ പോയി, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല പേടിയാവുന്ന സ്ഥലമാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, അത്രയും കാർ എടുക്കാൻ പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അവിടത്തേക്ക് പോകാൻ പറ്റൂ. മീൻസ് ജീപ്പ് കൊണ്ടുപോകുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു എനിക്ക്. അപ്പം അങ്ങോട്ടേക്ക് ജീപ്പ് വാടകയ്ക്കെല്ലാം കിട്ടുമെന്ന് തോന്നുന്നു. അപ്പം നമ്മളവിടെ എത്തി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട്. നമുക്ക് ശ്രീകണ്ഠപുരത്ത് നിന്ന് അവിടെ എത്താൻ തന്നെ ഒരു 1.25 മണിക്കൂർ വേണം. അപ്പം നമ്മൾ കുറച്ച് സമയം അവിടെ നിന്നുള്ളൂ. പിന്നെ തിരിച്ചു പോരാൻ നേരത്ത് ചെറിയൊരു ബ്ലോക്കായിരുന്നു. അപ്പം ഒരു വണ്ടിക്ക് പോകാനുള്ള സ്ഥലം മാത്രമേ അവിടെയുള്ളൂ ആ റൂട്ടിൽ. അപ്പം ജസ്റ്റ് ഒന്ന് സ്റ്റക്കായാൽ പിന്നെ പോയി, പിന്നെ ബ്ലോക്കാവും, വരുന്ന വണ്ടിക്ക് കയറാൻ പറ്റില്ല. അപ്പം അതാണ് ഉണ്ടായത്. നമ്മൾ ഇറങ്ങുമ്പം വേറൊരു വണ്ടി സ്റ്റക്കായി. അപ്പം അവിടെ സൈഡ് കൊടുക്കാൻ വേറെ വഴിയില്ല, ബ്ലോക്കായി. പിന്നെ വണ്ടി കയറാണ്ടായി, ഉന്തിക്കൊടുത്ത് കുറേ അങ്ങനെ ഓരോരോ വണ്ടിയായിട്ട് പോയി നമ്മളെ സൈഡാക്കി നിർത്തി കുറച്ച് മുന്നോട്ട് വന്നിട്ട്. അങ്ങനെയൊക്കെ സൂചേട്ടൻ ഇറങ്ങിയിട്ട് ഓരോ വണ്ടീനെ പറഞ്ഞേക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് എല്ലാ വണ്ടിയും പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ നേരെ ശ്രീകണ്ഠപുരത്ത് വീട്ടിലെത്തി, അമ്മായിൻ്റെ വീട്ടിൽ. പിന്നെ ലേറ്റ് ആയിരുന്നു, നമ്മൾ അവിടെ എത്തുമ്പം തന്നെ 6 മണിയായിരുന്നു. അപ്പം പിറ്റേന്ന് സൂചേട്ടന് ഓഫീസ് പോകേണ്ടതുകൊണ്ട് പിന്നെ നമ്മൾ തിരിച്ച്, ആയുസ് അവിടെ നിന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അവനെ എടുത്തുകൊണ്ടാണ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. ഞാൻ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു, എനിക്കൊന്നും കഴിഞ്ഞില്ലായിരുന്നു. പിന്നെ സൂചേട്ടൻ നല്ല ഉറക്കം വരുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നു. സൂചേട്ടൻ ഇങ്ങനെ വണ്ടി എടുക്കേണ്ടതുകൊണ്ട് പിന്നെ ടയേർഡായതുകൊണ്ട് നമ്മൾ വഴി കയറി ഒരു തട്ടടി കയറി, തളിപ്പറമ്പെന്ന് തട്ടടി കയറി നമ്മൾ അപ്പം മിക്സൊക്കെ കഴിച്ചു. പിന്നെ എല്ലാവർക്കും ബോറടിച്ചെങ്കിൽ ഞാൻ മതിയാക്കാം. ബാക്കി നമുക്ക് അടുത്ത വീഡിയോ കാണാം.
നമ്മൾ ചെറിയൊരു ട്രാഫിക്കിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു, ട്രെയിൻ പോകാൻ നേരത്ത്. അപ്പം വീട്ടിലെത്തുമ്പോൾ രാത്രി ആയിട്ടുണ്ടായിരുന്നു, ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വീട്ടിലെത്തി, ഡെഡായിട്ടല്ലത്. ഇനി ഒന്ന് കുളിക്കണം, കിടക്കണം. ഓക്കെ ഗായ്സ്, ബൈ.